പോന്നത് മിനി ഗോവ. മിനി ഗോവ. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഗോവക്ക് പോകാനുള്ള ഒരു മൂഡ് വന്നത്. ഞങ്ങൾ വടേരക്കാരോട് ഗോവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ, മിനി ഗോവ. മൂരാട് പാലവും റെയിൽവേ ഗേറ്റും സർഗാലയൊക്കെ കടന്ന് ഞങ്ങൾ നേരെ കോട്ടക്കലിലേക്ക് എത്തി. കുഞ്ഞാലി മരക്കാർ സ്മാരക മ്യൂസിയവും അഴിമുഖവും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷെ ഞങ്ങൾ നേരെ കൊളാവിപ്പാലത്തേക്ക് വെച്ചു പിടിച്ചു. അവിടെയാണല്ലോ നമ്മളുടെ മിനി ഗോവ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മിനി ഗോവയിലേക്ക് നടന്നുപോയി. കുട്ടികളൊക്കെ ആവേശത്തിമിരപ്പിലായിരുന്നു. അവിടെ നീന്തിക്കുളിച്ച് അർമാദിക്കണം ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അർമാദിക്കാനുള്ള ബർമുടയും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു വശത്ത് തിരമാലകൾ അലയടിച്ചു വരുന്ന കടലും മറുവശത്ത് ഹരിതഭംഗി നിറഞ്ഞു തുളുമ്പുന്ന കാടും. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് മിനി ഗോവയിലേക്കുള്ള സന്ദർശനം നിരോധിച്ചിരിക്കുന്നുവെന്ന്. അവിടെ വരുന്നവരോടൊക്കെ വെള്ളത്തിലിറക്കാൻ പാടില്ല എന്ന് പോലീസ് വളരെ ക്ഷമയോടും കരുതലോടെയും നിർദ്ദേശിക്കുന്നു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിരാശരായി ഞങ്ങൾ കൊണ്ടുവന്ന ട്രൗസറും ബനിയനുമൊക്കെ വേസ്റ്റായി പോയല്ലോ ദൈവമേ. തേജക്കുട്ടന്റെ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാനായില്ല. അപ്പോഴേക്കും കൂടെ വരാമെന്ന് പറഞ്ഞ ഫാമിലിയും മിനി ഗോവയിലേക്ക് എത്തി. മറ്റൊരു ഫാമിലി ഓൺ ദ വേയിലുമാണ്. വെള്ളത്തിൽ നീന്തിക്കുളിക്കാമെന്ന് കരുതിയ തേജക്കുട്ടൻ മഴയിൽ നനഞ്ഞു കുളിച്ചു. എന്തായാലും ഞങ്ങൾ പിന്നോട്ടേക്കില്ല, മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ. പിള്ളേരെയെല്ലാം വണ്ടിയിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അടുത്ത എന്റർടൈൻമെന്റ് സ്ഥലത്തേക്ക് പുറപ്പെട്ടു.